ഔസുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്മാർഗം പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ വന്യസ്ഥാപകർ ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹി ഇസ്ലാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ ഈ കാലഘട്ടത്തിൽ ആഗതരായ വാഗ്ദത്ത മഹ്ദി മസീഹാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്ത മഹ്ദി മസീഹിനെ സംബന്ധിച്ച് അദ്ദേഹം നബിയായിരിക്കുമെന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ ദീർഘദർശനം ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിയും അതോടൊപ്പം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തന്നെ വാക്കുകളിൽ നബിയുമാണ് എന്നാണ്. അഥവാ ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹി ഇസ്ലാം താൻ ഉമ്മത്തി നബിയാണ് എന്ന വാദം മാത്രമാണ് ഉന്നയിച്ചത്. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ കൊണ്ടൊന്നും തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷമുള്ള പ്രവാചകത്വത്തെ നിഷേധിക്കുന്നതിനോ അതല്ലെങ്കിൽ പ്രവാചകത്വത്തിൻ്റെ കവാടത്തെ കൊട്ടിയടയ്ക്കുന്നതിനോ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ ചില ഹദീസുകളുടെ പിൻബലത്തോടുകൂടി നുബുവത്തിൻ്റെ വാതിൽ കൊട്ടിയടയ്ക്കാൻ ഉലമാവർഗം ശ്രമിച്ചു വന്നിട്ടുണ്ട്. ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹി ഇസ്ലാമിനെതിരിൽ ഉള്ള പണ്ഡിതന്മാരും ഈ കാലഘട്ടത്തിലും ഇതേ പരിപാടി തന്നെയാണ് ചെയ്തു വരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്ത മഹ്ദി മസീഹിനെ സംബന്ധിച്ച് അദ്ദേഹം നബിയായിരിക്കുമെന്ന് പറയുമ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിനെതിരിൽ മറ്റേതെങ്കിലും രീതിയിൽ സംസാരിച്ചു പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും തന്നെ ഭൂഷണമല്ല, അംഗീകരിക്കാൻ സാധ്യവുമല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എങ്കിലും സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഉന്നയിക്കപ്പെടുന്ന ചില ഹദീസുകളുടെ നിജസ്ഥിതി നമുക്കിവിടെ പരിശോധിക്കാം. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പതിവ് പോലെ അഹമ്മദിയ മുസ്ലിം മിഷണറി മൗലവി മുഹമ്മദ് അഹമ്മദ് സാഹിബാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചില ഹദീസുകളെ സാധാരണഗതിയിൽ തെറ്റിദ്ധാരണജനകമായി ഉന്നയിക്കാറുണ്ട്. അതിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ് എന്ന് പറഞ്ഞുവെന്നും തനിക്ക് ശേഷം നബിയില്ല എന്ന് പറഞ്ഞുവെന്നും ഒക്കെ എടുത്ത് ഉദ്ധരിക്കപ്പെടാറുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി നമുക്കിന്ന് വിശകലനം ചെയ്യാം. പ്രധാനമായിട്ടും ഇക്കാര്യത്തിൽ പല ഹദീസുകളുണ്ട്. ഓരോ ഹദീസിൻ്റെയും പ്രത്യേക തലങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പൊതുവായിട്ട് ഈ ഹദീസുകളെ എങ്ങനെ നമുക്ക് കാണാം എന്ന കാര്യമാണ് നാം ശ്രദ്ധിക്കാനുള്ളത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വൈരുദ്ധ്യമുള്ള രണ്ട് ഹദീസുകൾ ഒരിക്കലും ഉണ്ടാവുകയില്ല. പരസ്പര വൈരുദ്ധ്യമുള്ള ഹദീസുകൾ ഉണ്ടാവുകയില്ല. അങ്ങനെ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനമല്ല എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ വൈരുദ്ധ്യത്തിൽ അധിഷ്ഠിതമായൊരു തർജ്ജമ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തർജ്ജമ തെറ്റാണെന്നും അത് ഇന്ന വിധത്തിൽ തത്ബീക്ക് അതിനെ പരസ്പരം യോജിപ്പിക്കാമെന്നും നാം കണ്ടെത്തേണ്ടി വരും. ഇതിൽ വരാനിരിക്കുന്ന തൻ്റെ ഉമ്മത്തിൽ വരുന്ന പ്രവാചകൻ, അതായത് ഈസബിന് മറിയം എന്ന നാമാഭിധാനത്തിൽ വരുന്ന ദിവ്യാത്മാവ് പ്രവാചകനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മുസ്ലിമിൽ വന്ന ഹദീസിൽ ഒരേ ഹദീസിൽ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് നബിയുല്ലാഹി എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല വിധത്തിലുള്ള സംസാരങ്ങളുടെ മധ്യേ ലാ നബിയ ബാദി, എനിക്ക് ശേഷം പ്രവാചകനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിവരയിട്ട് ശ്രദ്ധിക്കാനുള്ളൊരു വസ്തുത, ലാ നബിയ ബാദി എന്ന് മാത്രമുള്ള ഒരു ഹദീസും ലോകത്തിലൊരു ഹദീസിൻ്റെ കിതാബിലും ഇല്ല എന്നുള്ളതാണ്. ലാ നബിയ ബാദി എന്ന് മാത്രമുള്ളൊരു ഹദീസ് ലോകത്തൊരു ഹദീസിൻ്റെ കിതാബിലില്ല. മറിച്ച് പല കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ ലാ നബിയ ബാദി എന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില ആളുകൾ അത് ലാ നബിയ ബാദി എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നു എന്ന നിലയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ അത് ശരിയല്ല. ഇനി മനസ്സിലാക്കാനുള്ളത്, എനിക്ക് ശേഷം പ്രവാചകനില്ല ലാ നബിയ ബാദി എന്നതിനൊരു തർജ്ജമ കൊടുക്കുന്നു. നമ്മൾ താൽക്കാലികമായിട്ട് അംഗീകരിക്കാം. ലാ നബിയ ബാദി, എനിക്ക് ശേഷം പ്രവാചകനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഇരിക്കട്ടെ. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ശേഷം പ്രവാചകനുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ബാദ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശേഷം എന്നുള്ളത് അറബിയിൽ ഖബിൽ ബാദ് രണ്ട് വിപരീത പദങ്ങളാണ്. ഉദാഹരണമായി വൈൻ കാനു മിൻ ഖബലു ലഫി ളലാലി മുബീൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള ആളുകൾ
ഉമ്മീങ്ങളെ കുറിച്ച് അവർ വഴികേടിലുള്ളവരായിരുന്നു, വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നബി തിരുമേനിക്ക് മുമ്പുള്ളവർ എന്ന് പറയുമ്പോൾ ആദം നബി മുതൽ വന്ന 1,24,000 അമ്പ്യാക്കളും വഴികേടിലായിരുന്നു എന്ന് പറയുന്ന വൃത്തിയില്ല. ഖബല് എന്നും ബാദ് എന്നും അറബി ഭാഷയിൽ പ്രയോഗിക്കുമ്പോൾ അതൊരു പ്രത്യേക പരിധി വെച്ചുകൊണ്ടാണ് ഇന്നേ വരെ പ്രയോഗിച്ചിട്ടുള്ളത്. അതിന് എന്നേക്കുള്ള പ്രയോഗമായിട്ട് പ്രയോഗിച്ചിട്ടില്ല. ഖബല് എന്ന് പറയുന്നതിന് ആദം നബി വരെ എടുക്കാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൊട്ട് മുമ്പുള്ള ജനത, ഈസബിനു മറിയം വന്ന് തൗഹീദ് സ്ഥാപിച്ച് പിൽക്കാലത്ത് അതിൽ നിന്ന് വ്യതിചലിച്ച ജനത ഏറി വന്നെങ്കിൽ ഖുർആൻ അടിസ്ഥാനത്തിൽ ഈസാ നബിയുടെ മരണശേഷം, കാരണം മരണം വരെ തൗഹീദിലാണ് അവർ നിലനിന്നിരുന്നത്, ആ മരണശേഷമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ജനത വഴിപിഴച്ചു എന്ന് പറയാം. പക്ഷേ ഖുർആനിൽ പറഞ്ഞത് അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു എന്നാണ്. അപ്പോൾ അതേപോലെ ബഅദ് എന്ന് പറയുമ്പോഴും ഖിയാമത്ത് വരെയുള്ള കാലമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തൻ്റെ ഉമ്മത്തിൽ ഒരാൾ നബി വരും എന്ന് പറഞ്ഞ ആളും നബി അല്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 വചനങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയേണ്ടി വരും. അങ്ങനെ വൈരുദ്ധ്യമില്ല എന്ന് പറയണമെങ്കിൽ റസൂൽ തിരുമേനിയുടെ തന്നെ മറ്റൊരു വചനം നമുക്കതിന് സഹായകമായി കിട്ടുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഈ 2 ഹദീസുകളെയും തത്ബീഖ് ചെയ്യുന്ന, 2 ഹദീസുകളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു വചനമാണ് ലൈസ ബൈനി വബൈനഹു നബിയൻ. ബഅദിൻ്റെ കാലഘട്ടം എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ നബിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വരെ എടുക്കാം. അതായത് ഒരു മാർജിൻ വലിച്ചു വെച്ച് റസൂലുള്ള നബിയാണ് എന്ന് പറഞ്ഞ ഒരാൾ വരുന്ന ഒരു സ്ഥലത്തൊരു മാർജിനുണ്ട്, അവിടം വരെ ഈ ബാദിൻ്റെ കാലം നീട്ടിക്കൊണ്ടു പോകാം. അതിൻ്റെ ഇടയിൽ പ്രവാചകനില്ല. അത് മാത്രമല്ല, ബാദ് അറബി ഭാഷയനുസരിച്ചും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ പ്രയോഗം അനുസരിച്ചും എതിരില്ല എന്നുള്ള അർത്ഥത്തിലും വന്നിട്ടുണ്ട്. ഫബിഅയ്യി ഹദീസിൻ ബഅദല്ലാഹി വആയാതിഹി യുമിനൂൻ, അതായത് അള്ളാഹുവിനെയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആയത്തുകളെയും എതിരായിട്ട് നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് സ്വീകരിക്കുന്നത്. ബാദിന് അങ്ങനെയും ഒരർത്ഥം സാധാരണഗതിയിൽ ബാദ് എന്നതിന് എതിരിൽ എന്ന അർത്ഥമുണ്ട്. അതേപോലെ തന്നെ ബാദ് എന്നതിന് ഉടനെ എന്നുള്ള അർത്ഥമുണ്ട്. ബാദ് എന്നതിന് അല്പനേരം കഴിഞ്ഞ് എന്നർത്ഥമുണ്ട്. ബാദ് എന്നുള്ള കാലഘട്ടം നമുക്ക് പരിമിതപ്പെടുത്തണമെങ്കിൽ ആ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് എത്ര വരെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കണം. അതേപോലെ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ബാദ് എന്ന് പറഞ്ഞെങ്കിൽ ശേഷം നബി വരുമെന്ന് പറഞ്ഞ കാലഘട്ടം വരെ ബാദിനെ വലിച്ചുകൊണ്ട് പോകാൻ നിവൃത്തിയുള്ളൂ. അവിടുന്ന് വലിച്ചുകൊണ്ട് പോയാൽ റസൂലുള്ള പ്രവാചകനാണെന്ന് പറഞ്ഞ ആളെ തള്ളേണ്ടി വരും. അപ്പോൾ ഒരു ഹദീസ് വായിച്ച് മറ്റു ഹദീസ് ഒഴിവാക്കുകയാണെങ്കിൽ നക്ഫുറു ബിബാദിൻ വനുമിനു ബിബാദിൻ, ചില കാര്യങ്ങൾ ഞങ്ങൾ നിഷേധിക്കും, നുമിനു ബിബാദിൻ വനക്ഫുറു ബിബാദിൻ, ചിലത് ഞങ്ങൾ നിഷേധിക്കും എന്ന് പറയുന്ന ആളുകൾ ഉലായിക്ക ഹുമുൽ കാഫിറൂന ഹക്ക, അവരാണ് ഹക്കായ കാഫിർ എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഹദീസ് എടുക്കുമ്പോൾ എല്ലാ ഹദീസുകളും എടുക്കണം, അതായത് സഹിയായ എല്ലാ ഹദീസും എടുക്കണം. റസൂൽ തിരുമേനിയുടെ ഹദീസ് എടുത്തുകൊണ്ട് പിന്നെ സ്വന്തം വ്യാഖ്യാനം അതിൽ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് തൊട്ടടുത്ത് വരാനുള്ളത് ഖലീഫമാരാണ് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുമുണ്ട്. ആ ഹദീസ് തന്നെ എടുത്തുകൊണ്ട് ഇവർ മറ്റൊരു വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് സഹീഹ് ബുഖാരിയിൽ കിതാബുൽ അംബിയായിൽ ബാബു മാസുക്കിറ അൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ കാനത്ത് തസൂസുഹുമുൽ അംബിയ, കാനത്ത് ബനു ഇസ്രായേല തസൂസുഹുമുൽ അംബിയ കുല്ലമ ഹലക നബിയുൻ ഖലഫഹു നബിയൻ ഫലാ നബിയ ബാദി സയകൂനു ഖുലഫ ഫഫൂബി ബൈഅത്തിൻ എന്ന് തുടർന്ന് വരുന്നുണ്ട്. അതായത് ബനു ഇസ്രായേലിൽ ഒരു പ്രവാചകൻ മരിച്ചാൽ മറ്റൊരു പ്രവാചകനാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന് സാരഥ്യം വഹിച്ചിരുന്നത്. എന്നാൽ അതേ സമയത്ത് എനിക്ക് ശേഷം പ്രവാചകനില്ല. അതായത് റസൂൽ ബനു ഇസ്രായേലിൽ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് വഖഫൈനാ മിൻ ബഅദി ബിർറുസുൽ, അദ്ദേഹത്തിന് ശേഷം നിരന്തരം പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു പ്രവാചകൻ മരിച്ചാൽ അടുത്ത പ്രവാചകൻ എന്ന നിലയിൽ ഒരിക്കലും എനിക്ക് ശേഷം പ്രവാചകനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത് പറഞ്ഞതിന് എന്ത് പറഞ്ഞു? ഖിയാമത്ത് വരെ ഇല്ല. തൊട്ടടുത്ത് ഖലീഫമാരുണ്ടാകുക. സയ്യക്കൂനു എന്ന് പറഞ്ഞാൽ യക്കൂനു ഖുലഫ എന്ന് പറഞ്ഞാൽ ഖലീഫമാരെ ഉണ്ടാവും എന്ന് പറയും. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ എനിക്ക് ശേഷം പ്രവാചകന്മാരില്ല, എനിക്ക് ശേഷം ഖലീഫമാരുണ്ടാവും. ഖലീഫമാരുണ്ടാവും, അല്ലെങ്കിൽ പ്രവാചകന്മാരില്ല. അത് പ്രവാചകനും ഖലീഫമാരും ഇല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇവർ പറയുന്നത് ശരിയാണ്, ഇപ്പോൾ പ്രവാചകനുള്ള ഖലീഫയില്ല. പക്ഷേ സയ്യക്കൂനു എന്ന് ഭാഷയുടെ പ്രയോഗം അനുസരിച്ച് മുലാരിയായ ഫെയിലിൻ്റെ കൂടെ, അതായത് ഭൂതകാലത്തെയും ഭാവി കാലത്തെയും വർത്തമാനകാലത്തെയും ഒരുപോലെ കുറിക്കുന്ന പദത്തെയാണ് മുലാരി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഭാവികാല ക്രിയയുടെ കൂടെ സീന് സ എന്ന് ചേർത്താൽ അടുത്ത കാലത്ത് നിന്നാണ് അർത്ഥം കിട്ടുക. ഉദാഹരണം സയഖൂലു സുഫഹ, വിഡ്ഢികളായ സമൂഹം പറയും അവരുടെ മാവല്ലാഹും അൻ ഖിബ്ലത്തിഹിം ഉല്ലത്തി കാനു അലൈഹ, അവരുണ്ടായിരുന്ന ഖിബിലയിൽ നിന്ന് അവരാരാണ് ഇപ്പോൾ മാറ്റിയതെന്ന്.
അത് ആ കാലഘട്ടത്തിൽ ഖിബില മാറുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആൾക്കാർ എന്തിനെ ഖിബിലയെ മാറ്റിയെന്ന് ആരും പറയുന്നില്ല. ആ കാലഘട്ടത്തിൽ അത് പറഞ്ഞു, ആ ആക്ഷേപം അവിടെ കഴിഞ്ഞു. അടുത്ത നാദിദൂര ഭാവിയിൽ, അടുത്ത കാലത്ത് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ എനിക്ക് ശേഷം നാദിദൂര ഭാവിയിൽ, അതല്ലെങ്കിൽ അടുത്ത കാലത്തെ പ്രവാചകനില്ല, ഖലീഫമാരാണ് എന്ന് പറയുകയും ആ ഖലീഫമാർക്ക് നിങ്ങൾ ബയ്യത്ത് ചെയ്യണം എന്ന് പറയുകയും ചെയ്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കൂട്ടത്തിൽ അവിടെ പ്രവാചകനില്ല എന്ന് പറഞ്ഞതിന് ഖിയാമത്ത് വരെയും പ്രവാചകനില്ല എന്ന അർത്ഥം കൊടുക്കുമ്പോൾ തങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. റസൂലുള്ളാഹി പറഞ്ഞ നബിയുള്ള പിന്നെ നബി അല്ലാന്നും വരും. അത് കൂടാതെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉമ്മത്തിൻ്റെ അവസാനത്തെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു സുമ്മ തക്കൂനു ഖിലാഫത്തുനല്ല മിൻഹാജ് നുബുവ എന്നാണ്. നുബുവത്തിൻ്റെ മാർക്കത്തിൽ ഖിലാഫത്തുണ്ടാകുമെന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞപ്പോൾ അവസാന കാലഘട്ടത്തിൽ ഒരു നുബുവത്ത് ഉണ്ടാകുമെന്നും അതിനെ തുടർന്ന് വീണ്ടും ഇവിടെ ഖിലാഫത്തുണ്ടാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ തെക്കൂനു എന്ന് പറഞ്ഞിട്ടില്ല. അതെ അതെ, ഉടനെയല്ല പറയുന്നത്. അതെ, അവസാന കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് തെക്കൂനു നുബുവത്ത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നുബുവത്തിനെ, അടുത്ത കാലത്തുള്ള നുബുവത്തിനെ പറയുന്നത് പിൽക്കാലത്ത് നുബുവത്ത് രീതിയിലുള്ള ഖിലാഫത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രവാചകനില്ല എന്ന് പറയണം. ഖിലാഫത്ത് ഉണ്ടാകുമ്പോൾ പ്രവാചകനില്ല. അപ്പോൾ അല്ലെങ്കിൽ പ്രവാചകനുള്ളപ്പോൾ ഖിലാഫത്തില്ല. കാരണം പ്രവാചകനെ പിന്തുടർന്ന് വരുന്നതാണ് ഖിലാഫത്ത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഖിലാഫത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഖിലാഫത്തിനെ കുറിച്ച് പല കാര്യങ്ങളും വിശദീകരിക്കാൻ അതിപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ വാസ്തവത്തിൽ പ്രവാചകനില്ലാത്ത കാലഘട്ടത്തിൽ ഖിലാഫത്താണ് അവിടെ ഉണ്ടായത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പിന്നെ ഖുലഫാഉർ റാഷിദീനും അതിനുശേഷം മുജദ്ദിദീങ്ങളുടെ ആത്മീയ നേതൃത്വവും, ഈ രണ്ട് വിധത്തിലുള്ള ഖിലാഫത്ത് ആ പ്രവാചകനില്ലാത്ത കാലഘട്ടത്തിൻ്റെ കുറവുകളെ നികത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇസ്ലാമിക ചരിത്രം സാക്ഷിയുമാണ്. അതുമാത്രമല്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ നബിയ ബാദി എന്ന് മാത്രമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. അതേസമയം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചില ഹദീസുകളിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കാണുന്നുമുണ്ട്. അതിൻ്റെ വിശദീകരണം നമുക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിൻ്റെ കാലം നിർണ്ണയിച്ചു തന്നിരിക്കുന്നു. അത് എവിടം വരെയാണ് ആ ലാ നബിയ ബാദിയുടെ പരിധി എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ചില ഹദീസുകൾ ഉന്നയിക്കപ്പെടാറുള്ളത് തന്നിൽ പ്രവാചകത്വം പൂർത്തിയായിരിക്കുന്നു എന്നും ഇനിയൊരു പ്രവാചകനും വരാൻ സാധ്യമല്ല എന്ന നിലയ്ക്കും ഉന്നയിക്കപ്പെടാറുള്ള ഒരു ഹദീസ് ബുഖാരിയിലുള്ള ഒരു ഹദീസാണ്. അതായത് തൻ്റെയും തൻ്റെ പൂർവ്വകാല പ്രവാചകന്മാരുടെയും ഉപമ കെട്ടിടം പോലെയാണെന്ന് പറഞ്ഞുവെന്നും ആ കെട്ടിടത്തിൽ ഒരു കല്ല് ബാക്കിയുണ്ട് എന്നും ആ കല്ല് താനാണ് എന്നും തനിക്ക് ശേഷം ഇനി പ്രവാചകൻ്റെ ആവശ്യമില്ല എന്നും വിശദീകരിക്കുന്നവരുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി നമുക്ക് ഈ വിഷയം ഒന്ന് വിശകലനം ചെയ്യാം. അതിൽ ഹദീസിൽ വരുന്നത് ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, മസലി വ മസലുൽ അംബിയായി കമസലി ഖസ്രിൻ, എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെയും ഉപമ ഒരു കെട്ടിടം പോലെയാണ്. ഒസ്സിന ബുൻയാനുഹു, അതിൻ്റെ നിർമ്മാണം വളരെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടു. തുരിക്ക മിൻഹു മൗലിയ ലബിനത്തിൻ, അതിൽ നിന്ന് ഒരു ഇഷ്ടികയുടെ ഒരു കല്ലിൻ്റെ ഭാഗം ഒഴിവാക്കി വെച്ചു. താഫ ബിഹിൻ നുല്ലാറു യതഅജ്ജബൂന മിൻ ഹുസ്നി ബുൻയാനിഹി, അതിനെ സന്ദർശിച്ചിരുന്ന ആളുകൾ അതിൻ്റെ നിർമ്മാണത്തിലുള്ള സൗന്ദര്യത്തിൽ അത്ഭുതം കൂറിക്കൊണ്ടിരുന്നു. ഇല്ല മൗലിയ തിൽക്കൽ ലബിനത്തി, എന്നാൽ ആ ഒരു കല്ല് അവിടെ വെച്ചിട്ടില്ല, അതൊരു കുറവായിട്ട് അവിടെ ഉണ്ടല്ലോ എന്നും അവർ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫകുൻതു, ഞാൻ വരുന്നു, അന സദത്തു മൗലിയ ലബിനത്തി, അങ്ങനെ ഞാൻ മുഖേന ആ കല്ലിൻ്റെ കുറവ് നികത്തപ്പെട്ടു, അവിടെ ഞാനത് പൂർത്തിയാക്കി. ഹുത്തിമ ബിയൽ ബുൻയാൻ, ഞാൻ മൂലം ആ കെട്ടിടം പൂർത്തീകരിക്കപ്പെട്ടു. വ ഹുത്തിമ ബിയർ റുസുലു, ഞാൻ മുഖേന ആ പ്രവാചകന്മാരുടെ ദൂതന്മാരും പൂർത്തീകരിക്കപ്പെട്ടു. മറ്റൊരു റിവായത്തിലുള്ള അനൽ ലബിനത്തു വാന ഖാത്തമൻ നബിയൻ, ഞാനാണ് ആ കല്ല്, ഞാനാണ് ഖാത്തമൻ നബിയൻ എന്നുകൂടി മറ്റൊരു നിവേദനത്തിൽ കാണുന്നു. ഇതിൽ ആദ്യം മനസ്സിലാക്കാനുള്ള സംഗതി എന്തെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കെട്ടിടത്തോട് ഉപമിച്ചുകൊണ്ട് തനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത്. ആ കെട്ടിടത്തിലെ ഒരു കല്ല് മാത്രം അവശേഷിക്കുന്നു. ഈ ഒരു കല്ല് അവശേഷിക്കുന്ന ഭാഗത്ത് ഹദരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വന്നു. അതുകൊണ്ട് ഇനി ആർക്കും, ചില ആളുകളെ കുറച്ച് അമിതാവേശം കാണിച്ചുകൊണ്ട് തങ്ങളുടെ യഥാർത്ഥ നിജസ്ഥിതി വെളിപ്പെടുത്തുന്നത് പോലെ തോന്നും. ഇനി മീർദാ സാഹിബിനെ എവിടെയാണ് വെക്കാമെന്ന് ചോദിക്കും. ആ കെട്ടിടത്തിൽ സ്ഥലമില്ല, ആ കല്ല് എവിടെ വെക്കും എന്ന് ചോദിക്കും. അവരോട് നമുക്ക് ഒറ്റ വാക്ക് പറയാനുള്ളത്, ഈസാ നബി ആകുന്ന ഒരു കല്ല് അവിടെ നിന്ന് എടുത്തിട്ട് ആകാശത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്.
ആ ഈസാ നബി ആകുന്ന കല്ല് വെക്കേണ്ട സ്ഥലത്ത് വെച്ചാൽ മതി. ഒരോട്ട അവിടെ ഉണ്ട്, ആ ഓട്ടയിൽ വെച്ചാൽ മതി എന്നാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത്. അതേ സമയത്ത് ഈ ഹദീസ് എടുക്കുന്നത് സഹീഹുൽ ബുഖാരിയിൽ നിന്നാണ്. ഏതൊരു കാര്യം പറയുമ്പോഴും ഞങ്ങൾ സലഫ് സാലിങ്ങളെ പിൻപറ്റും, ഞങ്ങൾ മുഹദ്ദിസീങ്ങളെ നോക്കും, ഞങ്ങൾ മഹാത്മാക്കളുടെ വ്യാഖ്യാനമാണ് എടുക്കുന്നത്, ഞങ്ങളുടെ വ്യാഖ്യാനമല്ല എന്നൊക്കെ പെരുമ്പറ അടിക്കുന്ന ആളുകൾ അവരുടെ ആവശ്യം വരുമ്പോൾ തൽക്കാലം മാറി നിൽക്കും. ഈ ഹദീസിന് അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി ഷറഹുൽ ബുഖാരി, അതായത് ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ വളരെ വ്യക്തമായിട്ട് അതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: യുഫസ്സിറൂന ഖാത്തമൻ നബിയീന അൽ മുഖദ്ദിമയിൽ ഇത് മറ്റൊരു വിധത്തിൽ വരുന്നു. അൽ മുറാദു ഹുനൻ നദറു ഇല അക്മലിൽ ബുനിയാൻ. അതായത് ഇവിടെ ഈ ഒരു കെട്ടിടം പൂർത്തീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അതാ ബിന്നിസ്ബത്തി ഇല ശരീഅത്തിൽ മുഹമ്മദിയത്തി. അതായത് മുഹമ്മദ് ശരീഅത്ത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന വന്നിട്ടുള്ള ശരീഅത്ത് പൂർത്തീകരിച്ചു എന്ന നിലയിലാണ് ഈ കെട്ടിടത്തിൻ്റെ പൂർത്തീകരണത്തെ നാം എടുക്കേണ്ടത്. മഅമ മലാമിന ഷറായിൽ കാമിലെത്തി. മറ്റ് ശരീഅത്തുകൾ കാമിലായിട്ട് പോയിരുന്നു. മുമ്പുള്ള ശരീഅത്തുകൾ കാമിലായിരുന്നുവെങ്കിൽ ഹുനൻ നദറു ഇലൽ അക്മലി ബിൻ നിസ്ബത്തി, അതായത് ഈ കെട്ടിടം അക്മലാണ്. പൂർവ്വകാല ശരീഅത്തുകൾ കാമിലായിരുന്നു, പൂർണ്ണങ്ങളായിരുന്നു. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്ത് സർവ്വസമ്പൂർണ്ണമാണ്, സർവ്വവിധത്തിലും പരിപൂർണമാണ്. അപ്പോൾ ശരീഅത്തിനെ കുറിച്ചുള്ള പരാമർശമാണ് പ്രവാചകന്മാരെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്, കെട്ടിടമായിട്ട് വെച്ചിട്ടുള്ളത് എന്ന്. അതായത് പല ശരീഅത്തുകളും പല സമയങ്ങളിലും വന്നു. അതൊരു മനുഷ്യ സമൂഹത്തിൻ്റെ രക്ഷയ്ക്കുള്ള ഒരു കെട്ടിടമായിട്ട് ആ ശരീഅത്തുകൾ നിലനിന്നുവെങ്കിൽ സർവ്വസമ്പൂർണ്ണമായിട്ടുള്ള ശരീഅത്ത് ഫിഹ കുത്തുബുൻ ഖയ്യിമ, എല്ലാവിധത്തിലുള്ള ശാശ്വത സത്യങ്ങളെയും നിലനിർത്തുന്ന ഒരു ശാശ്വത ഗ്രന്ഥമായിട്ട് വിശുദ്ധ ഖുർആൻ സർവ്വസമ്പൂർണ്ണമായി വരുമ്പോൾ അത് ആ ശരീഅത്തിൻ്റെ അവസാനത്തെ കല്ലായി, അതിനെ ബാക്കിയുള്ള എല്ലാതിനെയും നിലനിർത്തുന്ന വിധത്തിലുള്ളൊരു കല്ലായിട്ട് അതിനെ അവശേഷിപ്പിച്ചിട്ട് ആ കെട്ടിടം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ശരീഅത്താണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് അല്ലാമ ഇബ്നു ഖൽദൂൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ യുഫസ്സിറൂന ഖാത്തമൻ നബീന ബില്ലിബിനത്തി. ഖാത്തമൻ നബീനെ കുറിച്ച് അവസാനത്തെ കല്ല്, മൂലക്കല്ല് എന്ന് പറയാറുണ്ട്. ആ കല്ലിനെ കുറിച്ച് പറയുന്നു ഹത്ത അക്മലത്തിൽ ബുനിയാൻ. അതുകൊണ്ട് ആ ഒരു കല്ല് അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കല്ല് വെക്കുന്നതോടുകൂടി ആ കെട്ടിടം പൂർത്തീകരിച്ചു എന്ന് പറയുന്നു. മഅനാഹുൻ നബിയുല്ലദി ഹസലത്ത് ലഹുൻ നുബുവത്തുൽ കാമില. അതായത് പരിപൂർണമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള നുബുവത്ത് ലഭിച്ച നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നുബുവത്തിൻ്റെ പൂർണിമയും അതേപോലെ തന്നെ ശരീഅത്തിൻ്റെ സമ്പൂർത്തീകരണവുമാണ് ഈ ശരീഅത്തിൻ്റെ കെട്ടിടം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കെട്ടിടം കൊണ്ട് നുബുവത്തിൻ്റെ കെട്ടിടം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് അന ഖാത്തമുൻ നബീൻ എന്ന് പറഞ്ഞത്. അതായത് ഖാത്തമുൻ നബീൻ ഒരർത്ഥം ആലങ്കാരികമായി എടുക്കുമ്പോൾ മുൻ പ്രവാചകന്മാരുടെ പ്രവാചകത്വാധികാരങ്ങളെയും അവരുടെ ശരീഅത്തുകളെ ന്യായപ്രമാണങ്ങളെയും അവസാനിപ്പിക്കുന്ന പ്രവാചകൻ എന്നർത്ഥം നൽകാം. അത് ആലങ്കാരികമാണ് അർത്ഥം. യുത്തജവ്വസു ബി ദാലിക താറത്തം ബിൽ ഇസ്തിസാഖി എന്ന് ഇമാം റാഗിബ് അസ്ഫഹാനി തൻ്റെ മുഫ്രദാത്തിൽ പറയുന്നു. ചില കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കാറുണ്ട്. അത് മജാസിയാണ്, അത് ആലങ്കാരികമാണ്. അങ്ങനെ ആലങ്കാരിക അർത്ഥത്തിൽ ഖാത്തമൻ നബീനെ അവസാനിപ്പിക്കുന്ന പ്രവാചകൻ എന്നൊരർത്ഥമുണ്ട്. അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വന്ന സകല പ്രവാചകന്മാരുടെയും ദൗത്യാധികാരങ്ങളെയും ന്യായപ്രമാണത്തിൻ്റെ നിലനിൽപ്പിനെയും അവസാനിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ ആരംഭിച്ച ആ ശരീഅത്തിൻ്റെ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരർത്ഥം ഇതിന് കൊടുക്കുവാൻ യാതൊരു നിവൃത്തിയുമില്ല. മാത്രമല്ല വിശുദ്ധ ഖുർആന്റെ ചില ആയത്തുകളുടെ വെളിച്ചത്തിൽ, ഉദാഹരണമായി അൽ യൗമ അക്മൽതുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതുലക്കുമുൽ ഇസ്ലാമ ദീന എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് സാധാരണഗതിയിൽ അനഹമ്മദികളായ പണ്ഡിതന്മാർ പറയാറുള്ളത്, ഇവിടെ ദീൻ പൂർത്തീകരിക്കപ്പെട്ടു, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അള്ളാഹു തൃപ്തിപ്പെട്ട ദീനായി അള്ളാഹു അനുവദിച്ചു തരികയും ചെയ്തു, എല്ലാ നിയമത്തോടും പൂർത്തീകരിച്ചു, അതുകൊണ്ട് ഇനി ഇവിടെ പ്രവാചകന്മാർ വരുന്നതിൽ സാങ്കത്യമില്ല, വരാൻ സാധ്യമല്ല എന്ന് പറയുന്നവരുണ്ട്. വാസ്തവത്തിൽ മൂസാ നബിക്ക് നൽകപ്പെട്ടതും ആ കാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായിട്ടുള്ള ശരീഅത്തായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തരുന്നു. ഖുർആൻ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, സുമ്മ ആതീന മൂസൽ കിതാബ തമാമൻ, മൂസാ നബിക്ക് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് നൽകിയത് എന്നാണ്. അപ്പോൾ ബനി ഇസ്രായേലിന് സമ്പൂർണ്ണമായൊരു ഗ്രന്ഥം നൽകിയതിന് ശേഷവും അതിനെ തുടർന്നുകൊണ്ട് പ്രവാചകന്മാർ തുടരെ വന്നു എന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തരുന്നു.
മറ്റൊന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമന് നൽകിയ സമ്പൂർണ്ണമായ ഈ പ്രവാചകത്വം അഥവാ ശരീഅത്ത് അതിൻ്റെ വിശദീകരിക്കുന്നതിനും അതിനെ മനസ്സിലാക്കി തരുന്നതിനും അതാത് കാലഘട്ടങ്ങളിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തന്നെ പ്രവചനപ്രകാരം ദിവ്യാത്മാക്കൾ എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ 14-ാം നൂറ്റാണ്ടിൽ വരുന്ന മഹാത്മാവിനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം മസീഹായിരിക്കും, അതുപോലെ തന്നെ മഹ്ദിയായിരിക്കും. മറ്റൊന്ന് അദ്ദേഹം ദൈവികമായ ഭാഷണങ്ങൾ ലഭ്യമാകുന്ന പരോക്ഷമായ സംഗതികളെ വെളിപ്പെടുത്തുന്ന ഒരു പ്രവാചകൻ കൂടിയായിരിക്കും, അതേസമയം തൻ്റെ ഉമ്മത്തി കൂടിയായിരിക്കുമെന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഈ പറഞ്ഞതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽ പ്രവാചകത്വമാകുന്ന കവാടത്തെ കൊട്ടിയടയ്ക്കുന്നതിന് ഒരിക്കലും തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകൾ കൂട്ടുനിൽക്കുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ എല്ലാ ഓരോ ഹദീസുകളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിലുള്ള പ്രവാചകത്വത്തിലുള്ള വഴികൾ തുറക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ മറ്റൊരു സംഗതി കൂടി പറയാനുള്ളത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സാധാരണഗതിയിൽ ഉന്നയിക്കപ്പെടാറുള്ളത് തൻ്റെ ഉമ്മത്തിൽ 30 കള്ളപ്രവാചകന്മാർ വരും, അങ്ങനെ ഈ കള്ളപ്രവാചകന്മാരായിട്ട് മാത്രമേ ആളുകൾക്ക് വരാൻ സാധ്യതയുള്ളൂ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചു കൂടിയുള്ള വിശദീകരണത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ സമാപിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സൗബാൻ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നഹു സയകൂനു ഫി ഉമ്മത്തി കദ്ദാബൂന സലാസുന, എൻ്റെ ഉമ്മത്തിൽ 30 കള്ളന്മാർ വരും. അവരോ കുല്ലുഹും യസഅമു അന്നഹു നബിയുൻ, ഓരോരുത്തരും പറയും ഞാൻ നബിയാണ്. അങ്ങനെ പിന്നെ അവർ ഗണിക്കും, അന ഖാത്തമൻ നബീന വലാ നബിയ ബാദി, ഞാൻ ഖാത്തമൻ നബീനാണ്, നബിമാരുടെ മുദ്രയാണ്, വലാ നബിയ ബാദി, എനിക്ക് ശേഷം യാതൊരു പ്രവാചകനുമില്ല. അബൂദാവൂദിൽ കിതാബുൽ ഫിത്നിൽ വന്ന ഒരു ഹദീസാണിത്. മുസ്ലിമിലും ഇതേപോലുള്ള ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ ഹദീസിൽ തന്നെ വളരെ വ്യക്തമാണിത്. ഒരു പ്രവാചകൻ ഇവിടെ വരുമ്പോൾ പ്രവാചകൻ്റെ മുൻകാല ജീവിതം സാക്ഷ്യമായി വെക്കാറുണ്ട്. ഫഖദു ലബിസ്തു ഫീക്കും ഉമറം മിൻ ഖബ്ലിഹി അഫലാ തഅഖലൂൻ എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചോദിക്കുന്നു. ഇതിൻ്റെ മുമ്പ് ഒരു കളവ് പറഞ്ഞ് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല, നിങ്ങളുടെ ഇടയിൽ ഒരു നീണ്ട കാലം ഞാൻ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കള്ളപ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ വന്ന് കളവ് പറയുന്നല്ല പറഞ്ഞത്. സയകൂനു ഫി ഉമ്മത്തി കദ്ദാബുന സലാസുന, ആദ്യം തന്നെ അവർ കള്ളം പറയുന്ന ആളുകളായിരിക്കുമെന്നാണ്. ഇപ്പോൾ മുസൈലിമത്തുൽ കസാബ് ആണെങ്കിലും മസൂദുൽ അൻസി ആണെങ്കിലും സജാഉൽ കാഹിനി ആണെങ്കിലും വന്നിട്ടുള്ള കള്ളപ്രവാചകന്മാരുടെ ഒരു സാക്ഷ്യം എന്താണ്? അവരുടെ മുൻകാല ജീവിതം ഒരിക്കലും പരിശുദ്ധമായിരിക്കില്ല. ആ ദൗത്യത്തിന് മുമ്പുള്ള കാലഘട്ടം ഒരു കള്ളപ്രവാചകനും ഫഖദ് ലബിസ്തു ഫീക്കും ഉമറൻ മിൻ ഖബ്ലിഹി എന്ന് പറയാനുള്ള അധികാരം ഉണ്ടാവുകയില്ല. അവിടെ വളരെ വ്യക്തമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് സലാസൂന കദ്ദാബുന, കള്ളന്മാർ വരും. എന്നിട്ടോ കുല്ലുഹും യസമു അന്നഹു നബിയൻ, ഓരോരുത്തരും താൻ നബിയാണെന്ന് ധരിക്കുകയും ചെയ്യുമെന്നാണ്. വേറെ ഉള്ള പ്രയാസം പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഈ പ്രവാചകൻ ഏത് നബി വന്നാലും ഇപ്പം നമ്മളോടൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ നബിനെ വിശ്വസിച്ചൂടെ? പ്രവാചകൻ വരുമെന്ന് പറഞ്ഞാൽ വന്നവനൊക്കെ വിശ്വസിക്കലല്ല. അതേപോലെ തന്നെ പ്രവാചകൻ വരുമെങ്കിൽ ആ പ്രവാചകൻ്റെ മുൻകാല ജീവിതം കളവ് പറയാത്ത വിധത്തിലായിരിക്കും എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുമ്പോൾ കള്ളനാണ് വരിക എന്ന് ആദ്യം പറഞ്ഞു. അതേ സമയത്ത് ഇന്നേ വരെ വന്ന ഒരു കള്ളപ്രവാചകനും ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹായിക്കാൻ വന്ന ആളാണ്, അതിനെ സാക്ഷ്യപ്പെടുത്തിയ ആളാണെന്നല്ല പറയുന്നത്. താൻ പ്രവാചകനാണ്, അവൻ കള്ളൻ്റെ കാര്യം പറയേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ പറയുന്നു. പിന്നുള്ളവർ ചില ആളുകൾ വട്ടുപിടിച്ച ആൾക്കാർ എന്തെങ്കിലും പറയും, അത് വേറെ കാര്യം. ഇവിടെ മറ്റൊരു സംഗതി, ഈ ഹദീസ് അവർ എടുത്ത് ഉദ്ധരിക്കും. അൽ ഇക്മാലുൽ ഇക്മാൽ ഷറഹ് മുസ്ലിമിൻ്റെ ഷറഹാണ്. അതിൽ പറയുന്നത് ഈ ഹദീസിൻ്റെ ഹാദൽ ഹദീസു ലഹറ സിദ്ഖുഹു, ഈ ഹദീസിൻ്റെ സത്യം വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏത്? ഇക്മാലുൽ ഇക്മാൽ എഴുതുന്ന കാലഘട്ടത്തിലെ അതിൻ്റെ സത്യം വെളിപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തുടർന്ന് പറയുകയാണ്, ലൗ ഉദ്ദമൻ തനബ്ബ മിൻ സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാൻ ഇലല്ലാൻ, ഈ കാലഘട്ടം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം കള്ളനുബൂവത്ത് തനബ്ബ, ആർട്ടിഫിഷ്യലായിട്ടുള്ള നുബൂവത്ത്, കള്ളനുബൂവത്ത് വാദിച്ച ആളുകളെ നാം എണ്ണുകയാണെങ്കിൽ ല ബലഗ ഹാദല്ലാത്തത്, ഈ എണ്ണം പൂർത്തീകരിച്ചിരിക്കുന്നു. ആ കാര്യം മയുതാലു താരിഖ്, ആരാണോ ചരിത്രം പഠിക്കുന്നത് അവരിൽ നിന്ന് ഗോപ്യമല്ല, ചരിത്ര പഠിതാക്കളിൽ നിന്ന് അക്കാര്യം ഗോപ്യമല്ല, മറഞ്ഞതല്ല. അപ്പോൾ ഇക്മാലുൽ ഇക്മാൽ എഴുതുന്ന കാലഘട്ടത്തിലെ 30 കള്ളന്മാർ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വരുന്നത് പ്രവാചകനെ വരാനില്ലെങ്കിൽ
ഞാൻ ഖാത്തമൻ നബീനാണ് എന്ന് പറഞ്ഞ അവസാനത്തെ നബി എന്നുമാണ് അർത്ഥമെങ്കിൽ എനിക്ക് ശേഷം ഇനി പ്രവാചകൻ വരാനില്ല, വരുന്നവനൊക്കെ കള്ളെന്ന് പറഞ്ഞാൽ മതി. വേറൊരു പ്രധാന സംഗതി, ഇവിടെ ഹദീസിനെ നമ്മൾ നിഷേധിക്കുന്നില്ല, ഹദീസ് പൂർണ്ണമായും അംഗീകരിക്കുന്നു. അതേസമയത്ത് മുഹമ്മദ് നബി തൻ്റെ ഉമ്മത്തിലൊരു നബി വരും എന്ന് പറഞ്ഞതിന് നമ്മൾ അംഗീകരിക്കണം. അതായത് മുഹമ്മദ് നബി ഇവരുടെ സ്വഭാവം നോക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളപ്രവാചകന്മാർ വരുമെന്ന് പറഞ്ഞപ്പോൾ റെഡി, ആ കള്ളപ്രവാചകന്മാരൊക്കെയാണെന്ന് അവർ സന്തോഷിക്കുന്നു. കാരണം അൽ മറു യഹൂലുൽ ജിൻസി എന്ന്, അൽ ജിൻസു യഹൂലുൽ ജിൻസി, ഒരു വർഗത്തിലേക്ക് ചായുന്നു. അപ്പോൾ കള്ളം വരുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ കള്ളനെ വളരെയധികം ആഘോഷിക്കാൻ ആളുകളുണ്ട്. വരുന്നതൊക്കെ കള്ളനാണ്. അതേസമയത്ത് ഒരു സത്യവാൻ വരുമെന്ന് മുസ്ലിമിൽ ഹദീസുണ്ട്, ആ ഹദീസിന് ഇവർ എടുക്കുന്നില്ല. നബിയുല്ലാഹി ഈസ അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഈസ വരും, അദ്ദേഹത്തിന് വഹിയുണ്ടാകും എന്നെല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സത്യപ്രവാചകൻ വരുമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ കള്ളനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകൾ ആ കള്ളനോട് ഇത്രയും ആഭിമുഖ്യം കാണിക്കുകയും സത്യവാനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ളത് പുറത്ത് വെളിപ്പെടുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ നിവൃത്തിയുള്ളൂ. പിന്നെ അതിൻ്റെ അവസാനം പറഞ്ഞ ഖാത്തമൻ നബീനാണ്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെതിരായിക്കൊണ്ടോ ശരീഅത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടോ വരികയില്ല. ലാ നബിയ ബാദി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് എതിരായിട്ടും ആരും വരികയില്ല എന്ന് വളരെ വ്യക്തമാണ്. ഈ ഹദീസിന് ഷാ വലിയുല്ലാഹ് സാഹിബ് മുഹദ്ദസ് ദഹ്ലവി നൽകിയിട്ടുള്ള വ്യാഖ്യാനം തന്നെ പുതിയൊരു ശരീഅത്തോടു കൂടി ഒരു പ്രവാചകൻ വരികയില്ല, മുഹമ്മദ് നബിയുടെ ശരീഅത്തിന് വിരുദ്ധമായിട്ടൊരു പ്രവാചകൻ വരികയില്ല എന്നാണ് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം എന്ന് എഴുതിയിട്ടുണ്ട്. ചുരുക്കത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിൽ ഒരു സത്യപ്രവാചകൻ വരുമെന്ന് കൃത്യമായ രീതിയിൽ ദീർഘദർശനം ചെയ്തിട്ടുണ്ട്. ആ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവചനമനുസരിച്ച് താൻ വന്നു എന്നതാണ് ഹദരത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാമിൻ്റെ വാദം. ഇതേ സംബന്ധിച്ച് മുഹിദ്ദീൻ ഇബ്നു അറബി തൻ്റെ ഫുത്തുഹാത്തെ മക്കയിൽ വരാനുള്ള ഈസാ നബിയെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഈസ യൻസുലു ഫീന ഹക്കമം മിൻ ഗൈരി തശ്രീ, അതായത് ഈസ ഞങ്ങളിൽ ഇറങ്ങുന്നതാണ്, മാത്രമല്ല അദ്ദേഹം ശരീഅത്ത് ഇല്ലാത്ത രീതിയിലായിരിക്കും വരിക. വഹുവ നബിയുൻ ബിലാ ഷക്കിൻ, അദ്ദേഹം നബിയായിരിക്കും, ആ കാര്യത്തിൽ യാതൊരു തരത്തിലും സംശയിക്കേണ്ടതില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ചുരുക്കത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവചനപ്രകാരം ഈ കാലഘട്ടത്തിൽ ആഗതരാവേണ്ട വാഗ്ദത്ത മസീഹ് തീർച്ചയായും നബി ആയിരിക്കുമെന്നും ഹദീസുകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഹദ്റത്ത് അഹ്മദ് അലി ഇസ്ലാം തൻ്റെ നുബുവത്തിനെ സംബന്ധിച്ച് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തന്നിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായിട്ടുള്ള മറ്റു ചില വിഷയങ്ങളുമായി വീണ്ടും കാണാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.